അവതാരങ്ങളെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് 10 വർഷം മുൻപ് ഭരണം തുടങ്ങിയ മുഖ്യമന്ത്രിക്ക് പല അവതാരങ്ങളും ഇതിനിടയ്ക്ക് പലതവണ പണി കൊടുത്തു. ഇതിപ്പോൾ സൂക്ഷിക്കേണ്ട പുതിയ ഇനമാണ് സ്പോൺസർമാർ. ശബരിമലയിൽ സ്പോൺസറായി വന്നയാൾ എന്താണ് ചെയ്തതെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അത് ഒരിനം. മറ്റൊന്നാണ് പണം കയ്യിലുണ്ട്, അതുകൊണ്ട് എന്തും ചെയ്യാമെന്ന് പറഞ്ഞു വരുന്നത്. ആ സ്പോൺസർക്ക് മുന്നിൽ മന്ത്രിയുടെയും സർക്കാർ സംവിധാനങ്ങളുടെയും ബുദ്ധി മരവിക്കുന്നതും കണ്ണ് മഞ്ഞളിക്കുന്നതുമായ കാഴ്ചയാണ് അർജന്റീന മത്സരത്തിന്റെ പേരിൽ നമ്മൾ കണ്ടത്. അർജന്റീന വരുമോ വരില്ലേ എന്നുറപ്പില്ല. പക്ഷേ എല്ലാം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞു വന്ന സ്പോൺസർ ഇപ്പോൾ സ്വയരക്ഷയ്ക്കായി പല വിൻഡോകൾ ഒന്നിച്ചു തുറക്കാൻ ശ്രമിക്കുന്നതാണ് അവസാനം കണ്ടത്. മെസ്സി വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആലോചിക്കുന്നുണ്ട് ഇനി മെസ്സിനെ മാത്രം കൊണ്ടുവന്നാലോ എന്ന്. കാരണം അനാവശ്യ ചർച്ചയാണ്. ഞാൻ മെസ്സിനെ മാത്രം കൊണ്ടുവന്നാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ഞാൻ സർക്കാരിനോട് പറയും മെസ്സിനെ മാത്രം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. സർക്കാർ അംഗീകരിക്കുകയാണെങ്കിൽ ഞാൻ മെസ്സിനെ മാത്രം കൊണ്ടുവരും. ഒഴിഞ്ഞുമാറ്റമല്ല, അതാണ് നിങ്ങൾ തിരിക്കുന്നതുണ്ടോ? മെസ്സി വരുന്നുണ്ടോ നിങ്ങൾ തിരിക്കും. അതാ ഞാൻ പറയും, ഒഴിഞ്ഞുമാറ്റമല്ല. ഞാൻ പറയുന്നത് അറിയോ, നവംബർ അല്ല, ഒരു മിനിറ്റ് സഹോദരൻ പറഞ്ഞോട്ടെ. മെസ്സിനെ മാത്രം കൊണ്ടുവരാൻ ഉദ്ദേശിക്കും, മെസ്സിനെ മാത്രം കൊണ്ടുവരാൻ കഴിയും. ഞാൻ അതിന് ശ്രമിക്കും എന്നുള്ളതല്ല, അത് നടക്കും. കരാറുണ്ടെന്ന് സ്പോൺസർ അവകാശപ്പെടുന്നുണ്ട്. ഉണ്ടെങ്കിൽ അത് പുറത്തുവിടണം. മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങളെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. നവംബർ 17-ാം തീയതി ഇന്റർനാഷണൽ ഫുട്ബോൾ മത്സരം നടത്താൻ വേണ്ടിയിട്ട് സ്റ്റേഡിയത്തെ ഡെവലപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ പണം മുടക്കുന്നത് എൻ്റെ കയ്യിൽ നിന്നാണ്. ഞാൻ ആരുടെയും സർക്കാരിൻ്റെ പൈസ ഞാൻ ചോദിച്ചോ? ആർക്കെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞോ? ചെയ്യാമെന്ന് പറഞ്ഞോ? ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. പല സംവിധാനത്തിൽ എടുക്കാറുണ്ട്, അത് ഫ്രീ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കും. ഞാൻ എത്ര വീടുകൾ കെട്ടി കൊടുത്തിട്ടുണ്ട്, ഞാൻ എത്ര വീടുകൾ പണിത് കൊടുത്തിട്ടുണ്ട്, ഞാൻ എത്ര കല്യാണം നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളാരും പൈസ കൊടുത്തിട്ടാ? ഒന്നല്ലല്ലോ. ഞാൻ ഫ്രീ ആയിട്ട് ഞാൻ ഉദ്ദേശിച്ച് ചെയ്ത് പിന്നെ പോകുന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ആ ലെവലിലേക്ക് ഇതിനെ വളർത്തുക എന്നല്ലേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതുപോലെ ആ ലെവലിലേക്ക് സ്റ്റേഡിയത്തെ ഉയർത്തുക, സ്റ്റേഡിയം ആ ഡെവലപ്പ് ചെയ്യുക. അത് നിർത്തിയ ശേഷം സർക്കാരിന് ഹാൻഡ് ഓവർ ചെയ്യുക. എനിക്ക് പണമുണ്ട്, ഞാനിതെല്ലാം നാടിന് സൗജന്യമായി ചെയ്യുന്നതാണ് എന്ന വർത്തമാനം കൊണ്ട് മാത്രം കാര്യമില്ല.